ഞാൻ എൻ്റെ കൊച്ചുനാൾ മുതൽ എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹമായിരുന്നു ഒരു അഭിനേതാവാകുക എന്നുള്ളത്, ഒരു നടനായി ജീവിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ 8ാം ക്ലാസ്സിൽ എൻ്റെ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ട്രിവാൻഡ്രത്തെ അസിസ്റ്റൻറ്റ് കമ്മീഷണറായിരുന്ന മുകുന്ദൻ സാർ അഭിനയിച്ചിരുന്ന പനോരമയ്ക്ക് അവാർഡിന് പോകുന്നൊരു വേലുത്തമ്പി ദളവ എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഉണ്ടായിരുന്നു. ഷോർട്ട് ഫിലിം 20 മിനിറ്റ് വരുന്നൊരു ടെലിഫിലിമിൽ ആണ് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. അഭിനയിക്കാൻ കഴിഞ്ഞില്ല. അവിടെ പോയി ഒരു കലാസംവിധായകനുണ്ടായിരുന്നു, മധുച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു കലാസംവിധായകൻ. അപ്പം അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത്. അങ്ങനെ അവിടെ ചെല്ലുന്നു. അഭിനയിക്കാൻ കഴിഞ്ഞില്ല. അതിനകത്ത് വേഷങ്ങളൊന്നുമില്ല. ഞാൻ ഈ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്ത് എന്ത് വേഷങ്ങളാണുള്ളത്. അപ്പോൾ അങ്ങനെ തിരിച്ചു പോയി, നിരാശനായിട്ട് തിരിച്ചു വന്നു. അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞ് മനസ്സിലിങ്ങനെ അദമ്യമായ ആഗ്രഹമാണ്. അദമ്യമായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു അഭിനയ മോഹമുള്ള ഒരാളിന് മാത്രമേ അത് പറയാൻ കഴിയത്തുള്ളൂ. അഭിനയിക്കാൻ നടക്കുന്നവർക്കും സംവിധാനം ചെയ്യാൻ നടക്കുന്നവർക്കും സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രവർത്തിക്ക് നടക്കുന്നവർക്കും മാത്രം ഫീൽ ചെയ്യുന്നൊരു വികാരമാണ്. അത്തരത്തിലുള്ള അടക്കാനാവാത്ത മോഹവുമായിട്ട് നടക്കുന്ന സമയത്താണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പ്രവീൺ, എൻ്റെ കൂടെ പഠിച്ച, നഴ്സറി മുതൽ എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്ത് പ്രവീണാണ് എന്നെ എൻ്റെ ഗുരുനാഥനെ പരിചയപ്പെടുത്തി. എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുമ്പോൾ മധു തത്തമ്പള്ളി. അപ്പം ട്രിവാൻഡ്രത്ത് വെച്ചിട്ടാണ്. തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു സീരിയൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും പ്രവീണും കൂടെ അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ അദ്ദേഹത്തിനെ കാണുന്നു, പരിചയപ്പെട്ടിട്ട് അദ്ദേഹം ശരി നമുക്ക് നോക്കാം, എങ്കിലും വേഷങ്ങൾ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അന്ന് തിരിച്ചു വന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള പിന്നാമ്പുറ ചർച്ചകളിലായിരുന്നു. അപ്പം ചെറിയൊരു കുഞ്ഞു സിനിമ ചെയ്യണം, കുറച്ച് ആളുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കുഞ്ഞു സിനിമ ചെയ്യണമെന്ന് പറയുന്നൊരു ചർച്ചകളിലൂടെയായിരുന്നു അദ്ദേഹം പൊക്കോട്ടിരുന്നത്. ആ സമയത്ത് ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ വെച്ചിട്ടൊരു ചർച്ച നടന്നപ്പോൾ ഞങ്ങളെല്ലാം കൂടിയ സമയത്ത് അന്നാണ് മധുസാർ എന്നാണ് വിളിക്കുന്നത്, മധു തത്തമ്പള്ളി കൊണ്ടുവന്നിട്ടുള്ള ഒരു റൈറ്റർ ഉണ്ടായിരുന്നു, മഹീൻ കർക്കേച്ചേരി. അദ്ദേഹമാണ് എൻ്റെ ആദ്യത്തെ സിനിമയുടെ കഥ എഴുതിയത്. അപ്പോൾ പുള്ളി വന്നു, കഥയൊക്കെ ഡിസ്കസ് ചെയ്തു. കഥ ഡിസ്കഷനും എല്ലാം കഴിഞ്ഞതിന് ശേഷം അതിലെ 1-2 സീൻസ് ഞങ്ങൾ ഉദയ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു. ചെറുതായിട്ട് ചെറിയ ക്യാമറയൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്, എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അറിയില്ല ഞാൻ ഇതിനകത്ത് ഏത് വേഷമാണ് ചെയ്യുന്നതെന്നോ, അപ്പോൾ എന്താണ് ഇതിനകത്ത് ഏത് ക്യാരക്ടറാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് ആ സമയത്താണ് അഭിലാഷ് എന്ന് പറയുന്ന എഡിറ്ററെ പരിചയപ്പെടുന്നത്. അഭിലാഷ് എലിക്കാട്ടൂർ എന്ന് പറയുമ്പോൾ ഒരുപാട് സിനിമകളൊക്കെ ചെയ്യുന്നതാണ് ഇപ്പോൾ. അതും മധു തത്തമ്പള്ളിയുടെ പരിചയത്തിലാണ്. ഈ ബന്ധങ്ങളെല്ലാം വന്നത് എൻ്റെ ഗുരുനാഥൻ മധു തത്തമ്പള്ളിയുടെ പരിചയത്തിലൂടെ വന്ന ബന്ധങ്ങളാണ്. അപ്പം അഭിലാഷിനെ പരിചയപ്പെടുന്നു. അഭിലാഷിലൂടെയും മധു തത്തമ്പള്ളിയിലൂടെയും ആണ് എനിക്ക് എന്തെങ്കിലും ഒരു നന്മകൾ എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് സിനിമയിലേക്കും സീരിയലിലേക്കുമൊക്കെ ഞാൻ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്തിപ്പെട്ട അതിലൂടെയാണ്. അങ്ങനെ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഞങ്ങളൊരു ദിവസത്തെ ഒരു ചെറിയ ഷൂട്ട് കഴിഞ്ഞു. അതിനുശേഷം വീട്ടിൽ വന്ന് സ്റ്റോറി ഡിസ്കഷനും ഒക്കെ വന്ന സമയത്താണ് മധുസാറും അഭിലാഷും കൂടെ പറയുന്നു, ഇതിൽ 2 ക്യാരക്ടറാണ് വരുന്നത്. അതിലൊരു ക്യാരക്ടർ ഹരിയാണ്, 2ാമത്തെ ക്യാരക്ടർ രമേശ് കൃഷ്ണ, ട്രിവാൻഡ്രത്തെ ഒരു സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു കക്ഷി. അപ്പം ഞങ്ങൾ 2 പേര് ചേർന്നാണ് ഇതിനകത്ത് പ്രധാന 2 കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത് എന്ന് പറയും. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ സിനിമയുടെ പിന്നാമ്പുറം. പിന്നീട് ആ സിനിമ ചെയ്ത് ഏകദേശം 12ഓളം തിയേറ്ററുകളിൽ അത് റിലീസ് ചെയ്തു. നിർഭാഗ്യവശാൽ നമുക്കത് ഒരു വലിയൊരു ബഡ്ജറ്റ് ചിത്രമായിട്ട്, അല്ലെങ്കിൽ നല്ലൊരു റിട്ടേൺ കിട്ടുന്നൊരു ചിത്രമായിട്ട് മാറാൻ കഴിഞ്ഞില്ല. അതൊരു ബഡ്ജറ്റ് ചിത്രമായിരുന്നില്ല, ഒരു വലിയൊരു ബഡ്ജറ്റ് ചിത്രം അല്ലാത്തതിനാൽ അത് ഒരു വലിയൊരു ഹിറ്റായി മാറിയില്ല. ലൂമിയർ ബ്രദേഴ്സ് എന്നും പറഞ്ഞ്
2011 റിലീസ് ചെയ്തൊരു സിനിമയാണ് എൻ്റെ ആദ്യത്തെ സിനിമ. അതിലെ ഡയറക്ടറാണ് മധു തത്തമ്പള്ളി, അതിലെ എഡിറ്ററാണ് അഭിലാഷ് എലിക്കാട്ടൂർ. അങ്ങനെ എൻ്റെ സൗഹൃദങ്ങളിലൂടെ എന്നെ കൈപിടിച്ച് നടത്തിയതാണ് ആ സിനിമയിലൂടെ മധു തത്തമ്പള്ളി. അപ്പോൾ അതിനുശേഷം ആ സിനിമ കഴിഞ്ഞതിന് ശേഷം നിറയെ സീരിയലുകൾ. ആ സിനിമ കഴിഞ്ഞ ഉടൻ തന്നെ ശ്രീ ശങ്കർ വാളത്തുങ്കൽ എൻ്റെ മറ്റൊരു ഗുരുനാഥനാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ടൊരു സീരിയലിൽ, സൂര്യ ടി വിയിൽ എന്നെ ഒരു സീരിയലിലേക്ക് വിളിച്ചു. ഇന്നലെ എന്ന് മറ്റൊരു സീരിയലിൽ അതിൽ നായകനായിട്ട് അഭിനയിച്ചു. പിന്നീട് ഇങ്ങോട്ട് മലയാള സീരിയലിലെ മിക്ക സീരിയലുകളിലും ഒരു മഹനീയ സാന്നിധ്യമായിട്ട് മാറാൻ കഴിഞ്ഞത് ഈ ഒരു അനുഗ്രഹത്തിൻ്റെ പേരിലാണ്. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലും എൻ്റെ ഹൃദയത്തിലും എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഞാൻ കൊണ്ടു നടക്കുന്ന അതാണ് എൻ്റെ ഗുരുക്കന്മാരോടുള്ള എൻ്റെ ബഹുമാനം. പിന്നീട് വന്നിട്ട് രണ്ടാമത് ഞാൻ ചെയ്തത് ഒരു പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, കേരള പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്തൊരു സിനിമ ഉണ്ടായിരുന്നു. ഗവൺമെൻറ് ചെയ്തൊരു സിനിമയാണ് അത്. ശങ്കർ വാളത്തുങ്കൽ ഡയറക്റ്റ് ചെയ്ത സിനിമ. അത് കാരൂരിൻ്റെ ഒരു നോവലിനെ ആസ്പദമാക്കിയിട്ടുള്ളൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2015 ലാസ്റ്റ് ബസ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പാലക്കാട് അട്ടപ്പാടി ബേസ് ചെയ്തിട്ടുള്ളൊരു സിനിമ അത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഈ അടുത്ത് 2018 പുറത്തിറങ്ങിയൊരു സിനിമ ഉണ്ടായിരുന്നു മലയാളത്തിൽ, ഉത്തരം പറയാതെ എന്ന് പറഞ്ഞ സിനിമ. കൊല്ലം കെ രാജേഷ് എന്ന് പറഞ്ഞ ഡയറക്റ്റ് ചെയ്ത സിനിമയായിരുന്നു അത്. 2018 അത് റിലീസ് ചെയ്തത്. അത് നല്ലൊരു സിനിമയായിരുന്നു. അതിൽ ബൈജു ചേട്ടൻ, ഞാൻ, പിന്നെ സുധീർ കരമന, പിന്നെ വന്നിട്ട് സെന്തിൽ, ഇങ്ങനെ നല്ല മലയാളത്തിലെ മികച്ച ആർട്ടിസ്റ്റുകൾ അഭിനയിച്ചൊരു സിനിമയായിരുന്നു. 2018 അത് റിലീസ് ചെയ്തത്, ഉത്തരം പറയാതെ. പിന്നീട് ഏഷ്യാനെറ്റ് ചാനലിലെ നിരവധി സീരിയലുകൾ, സൂര്യ ടി വി, ഫ്ലവേഴ്സ്, ഇങ്ങനെ മുന്നോട്ടുള്ള യാത്രയിലാണ്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം, അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാവണം. മുന്നോട്ടുള്ള എൻ്റെ അഭിനയ ജീവിതത്തിൽ എല്ലാവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാവണം. എല്ലാവർക്കും നമസ്കാരം.